ഗൈസ് അങ്ങനെ നമ്മുടെ പല എപ്പിസോഡുകൾ ഇപ്പം കഴിഞ്ഞു. പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ അയ്യത്തും പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഓമയ്ക്ക വെച്ച് തോരൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി സംഭവമല്ലേ? നോക്കിയേ, സൂപ്പർ. നിറമൊക്കെ ഉണ്ടോ? പയറൊക്കെ ഇട്ട് ഓമയ്ക്ക എങ്ങനെ വെച്ചെന്നുള്ള ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമ്മളിന്നിവിടെ ഓമയ്ക്കയാണ് തോരൻ വെക്കുന്നത്. ഓമയ്ക്ക തോരൻ വെക്കാൻ നമ്മൾ ഓമയ്ക്ക എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വൻപയർ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഒരു സൈസ് ഇല്ല, നമ്മൾ 2 സൈസോടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. കാന്താരി മുളക്, വെളുത്തുള്ളി, പിന്നെ നമ്മളെ അല്ലേ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ചെറിയ ജീരകം, നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കറിവേപ്പില. ഇത്രയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമുക്കപ്പോൾ ചതച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് തോരന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തരുമ്പോൾ നമുക്ക് കണ്ട് ഇത്രയും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ചുമന്ന് വരുമ്പോൾ നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില. ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. വൻപയർ വേവിച്ച് വെച്ചിരിക്കുന്നത്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പുപൊടി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ്. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അതിനകത്ത് നമുക്ക് ഒരു ശകലം പോലും വെള്ളം ചേർക്കരുത് കേട്ടോ. അടച്ച് വെച്ച് ആവിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഓമയ്ക്കകത്തോരൻ അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. തുറന്നു നോക്കാമേ, അതിന്റെ കണ്ടീഷൻ എന്തെന്ന് നോക്കാം. ഓക്കെ, ആവിയിലെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട്. ഇളക്കി നോക്കട്ടെ. ഒന്ന് ചിക്കി തോർത്തിയിടാം നമുക്ക്. എന്താ എല്ലാം ചിക്കി തോർത്തി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. നല്ല മണം അതിൻ്റെ വരുന്നുണ്ട്. വെന്ത് സെറ്റായതിൻ്റെ മണം, സൂപ്പർ മണം. എന്താ ചോറിനകത്തൊക്കെ ഇട്ട് ഇളക്കി അങ്ങോട്ട് കഴിക്കാൻ നല്ല സെറ്റാണ്. ഗൈസ് അങ്ങനെ നമ്മുടെ ഓമയ്ക്കത്തോരൻ ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വരുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മൾ അടുത്ത ദിവസം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് നമ്മളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം പറയണം. അങ്ങനെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിനകത്ത് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.